ഈ നിലയിൽ ചീത്തയാകാൻ പഠിപ്പിച്ച ഏറ്റവും നല്ല വിശാലത നമ്മുടെ ഹൃദയത്തിലെത്തിയിട്ടുണ്ട്. ദേവിയെ പൂജിക്കുന്നതിന് ഒരു കള്ളുപിടിച്ചവര് നിങ്ങളൊക്കെ കുറെ വയസ്സായവര് കണ്ടിരിക്കും. ഇപ്പോഴത്തെ പിള്ളേര് കാണാനിടയില്ല. കൊടുങ്ങല്ലൂരോ അതുപോലെയുള്ള ദേവീക്ഷേത്രമോ കുടുംബക്ഷേത്രമോ ഒരു വയസ്സായ അമ്മാവനുണ്ടെങ്കിൽ വടിയും കുത്തിപ്പിടിച്ചൊക്കെ അവിടെ വന്ന് നിന്നിട്ട് അദ്ദേഹത്തിന് വാസ്തവത്തിൽ നിൽക്കാൻ തന്നെയും വയ്യ. എങ്കിലും ഈ വടി കൊണ്ടൊരാട്ടി അവിടേക്ക് അടിച്ചിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞല്ലേ അദ്ദേഹം കാരണവരായില്ല. ഈ നിലയിലൊക്കെയുള്ള അറിവുകൾ പകർത്തിയ മക്കളാണ് നമ്മളോടൊക്കെ. നമുക്കൊന്നും ചെയ്യാൻ കഴിയും. പിന്നെ ഇവിടെ നിങ്ങളോട് ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുൻപ് നിങ്ങൾ അവിടെ സംസാരിച്ചു. ഈ വന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു കാര്യമാണ് പറഞ്ഞത്. പുതിയതായിട്ട് നിങ്ങൾ കുറെ പേര് വന്നിട്ടുണ്ട്. അവർക്ക് ഒരു 1, 2, 4 തവണ വന്നാലൊന്നും മനസ്സിലാകില്ല. കുറ്റം മുൻപ് പറഞ്ഞല്ലോ, എത്രയോ കൊല്ലമായിട്ട് ഞാൻ സ്നേഹം പ്രണയിച്ചവരല്ല. പക്ഷെ അവർക്ക് അറിയില്ല എന്താണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആരാധന നടത്തി തൊലഞ്ഞു പോയതിന്റെ ബാക്കിയാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും. എനിക്കെന്ത് മനസ്സിലായി? മനസ്സിലായി. എന്തോ അങ്ങനെയല്ല, അത് നമുക്കത് അറിയില്ല. നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ്. ചൂഷണം ചെയ്യാല്ല. നമ്മുടെ മതസിദ്ധാന്തങ്ങളിൽ ചീത്തയും പിന്നെ നമ്മൾ ജാതിക്കും വേണ്ടി പൊരുത്തിയവരാണ്. വർണ്ണാശ്രമധർമ്മം പറഞ്ഞ് നമ്മളെ നശിച്ചു. ഓരോ ജാതിക്കാരും അവരവരുടേതായ ദൈവമായി. ഇതാണോ ദൈവം? ഇരിക്കരുത്. നമ്മളെ സാധിക്കില്ല. ജാതിക്ക് വേണ്ടി ഇരിക്കുന്ന ദൈവം എങ്ങനെയുള്ളതായിരിക്കും? എന്തില്ല. എന്റെ നാട് എവിടെയാണ്? കോഴിക്കോട്. ഈ കോഴിക്കോട് എത്ര അഗ്രഹാരങ്ങളുണ്ടായിരുന്നു? അങ്ങനെയല്ല. കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ 18 അഗ്രഹാരങ്ങളുണ്ടായിരുന്നു. ആ വീടൊക്കെ എങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേണ്ട. അങ്ങനെ താഴോട്ടുള്ള സകല പേര് തെയ്യന്തുള്ള ജോലി നടക്കുന്ന സ്ഥലമല്ലേ എന്നുള്ളത്. എന്താണിത്? ഇതിനാണത്. അതൊരു പരിഷ്കാരമായിട്ട് ഇപ്പൊ നാടോടികളായിട്ട് കൊണ്ടുപോകുന്നു. എന്തെന്നാണ്? എന്ത് വിശേഷമാണ്? ഇതുപോലെ അനാവശ്യങ്ങളായ കാര്യങ്ങൾ ചെയ്തും ചെയ്യിപ്പിച്ചും വന്ന ഒടിവിദ്യ വരെ നടത്തുന്ന നമ്മുടെ ഈ രാജ്യത്ത് എന്ത് അക്രമം നടത്തൂല? ശരിയോ തെറ്റോ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു വീട്ടുകാരോ നിങ്ങളൊരു വ്യക്തിയോ മാറി നിന്നാൽ ഇത് മാറും. നിങ്ങൾ ഉടച്ച് കളയൂ. അതാ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ദൈവം വരുമോ? അല്ലെ, ഏത് തരത്തിലാണ് നിങ്ങൾ ദൈവത്തെ സ്വീകരിക്കുന്നത്? ദൈവമില്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണില്ല. ഇപ്പൊ നിങ്ങളുടെ ആ പ്രദേശമല്ല, കണ്ണൂർ ആ പ്രദേശത്തല്ല. ഇന്നലെ ഞാൻ പറഞ്ഞു
ആള് മരിച്ചാൽ അതിന് ഇത് ശവദാഹം ചെയ്യുന്നത് എങ്ങനെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് ശ്രദ്ധിച്ചത്. അവരാണ് ഇതിനെ മാനിച്ചത്, കൈകാര്യം ചെയ്യേണ്ടത്. ഇതല്ലേ ഇന്ന് അവിടെ നടക്കുന്ന അധികം പേര്. ശരിയോ കേട്ടോ? അപ്പൊ ഈ ശരീരം വിട്ടാൽ ഈ ജീവൻ എവിടെയാണെന്ന് നിങ്ങൾ ധരിക്കുന്നത് മോട്ടം പ്രാപിക്കും. അറിയാവുന്ന ഒന്ന് പറ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എങ്കിലും മോചനം പ്രാപിക്കുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അതായത് ഈ ജീവൻ അതോടുകൂടി തീർന്നെന്നാണ് ധരിക്കുന്നത്. ഈ കൂട്ടിലിരുന്ന് ഈ ജീവൻ എന്തൊക്കെ വിക്രിയകൾ കാണിക്കുന്നുണ്ടോ ആ ജീവന്റെ ആ വിക്രിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ശരീരം എടുത്തിട്ട് നിങ്ങൾ ആ ജീവനോടുകൂടി പോകുക. അതാണ് നിങ്ങളുടെ കർമ്മം. ഈ കർമ്മത്തോടുകൂടി പോകുന്ന ഈ ജീവൻ എവിടെ പോയി നിൽക്കും? അങ്ങനെയും ചിന്തിക്കാൻ നിങ്ങൾക്ക് വശമില്ല. പിന്നീട് അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഭാര്യയും കളിച്ച് അങ്ങനെ ഇരിക്കുന്നേ അവിടെ. നിനക്കത് മനസ്സിലാകുന്നില്ലല്ലോ. ഒറ്റ വാക്ക് പറഞ്ഞാണ് ഇതൊക്കെ നമ്മുടെ അറിവിനോടിൽപ്പെടും. നമ്മൾ നല്ലത് ചെയ്തില്ലേലും ചെയ്ത സ്വഭാവം നമ്മളിൽ വരാതിരിക്കുക. അവ ഇരിക്കാൻ അങ്ങനെ വയ്യാത്തതാണെങ്കിൽ തിരിയിട്ട് എവിടെയെങ്കിലും മാറി ഒരു സമൂഹ വൃത്തിയാണ്. നിങ്ങളുടെ നന്മ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയേണ്ടതല്ല. പിന്നെ ഏറ്റെടുക്കാനുമല്ല നിങ്ങളുടെ പ്രവർത്തനം. ആ ഒരറിവ് നമ്മുടെ സമൂഹത്തിന് കിട്ടാത്തതുകൊണ്ട് ആണും പെണ്ണും ഒന്നിനൊന്നും പടിഞ്ഞാറ് നോക്കി യന്ത്രം പോലെ വിശേഷമില്ലാത്ത ജീവിതത്തിന്റെ മൂട് പിടിച്ച് യാതൊരു സാധനാവിശേഷവും ഇല്ലാത്ത ഓരോ സാധനങ്ങളായി മാറുക. കോളേജിൽ ചെന്നാല് റാഗിങ് എന്തിനാണ്? ആരെ നന്നാക്കാനാണ്? ഏതോ കോമാളികൾ പണവും പ്രതാപവും കൊണ്ട് ചീത്തയായി വികൃതി കാണിച്ചെടുത്ത് പോയി പഠിച്ച് അവിടെ നിന്ന് വന്ന ഈ ഓരോ പാലകളും പഠിപ്പിച്ചാൽ അതിന് ഞാൻ പറയുന്നത് പ്രിൻസിപ്പാളെന്നല്ല നിങ്ങൾ പറയണം, പ്രിൻസിപ്പാളെന്നാണ് പറയുന്നത്. ഈ പ്രിൻസിപ്പാളന്മാര് ചെയ്യുന്ന ഈ കാളകൾ എങ്ങനെയിരിക്കും? എനിക്ക് പറയാൻ നിങ്ങളെ എന്തുകൊണ്ട് ഞാൻ പഠിപ്പിച്ചില്ല, കൊണ്ട് നിങ്ങളെ ചീത്ത പറയാം. അപ്പൊ ഈ കാളകൾ കാണിക്കുന്ന കർമ്മഗതി ദോഷമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത നിലയിൽ പൂർത്തിയാക്കുന്ന വികൃതികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ വികൃതിയിൽ നിന്ന് നിങ്ങൾ സുഹൃതം എങ്ങനെ തേടും? നിഷേധിച്ചാൽ നിങ്ങൾക്ക് സുഹൃതം വരുന്നു. സ്നേഹമില്ലാതെ പെരുമാറിയെന്ന് വെച്ച് സുഹൃതം വരുന്നു. അല്ലെങ്കിൽ കുറെ സ്നേഹിച്ച് വാരി പിടിച്ചെന്ന് വെച്ച് ഇതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറൻ രാജ്യക്കാരാണ് ഏറ്റവും നല്ലത്. എന്താണ് ഒരുത്തന് സഹായിക്കണമെന്ന് തോന്നിയ അവന്റെ കയ്യിൽ ഇപ്പൊ $1000 പണി ചെയ്താൽ $2000 അവൻ ചെലവ് ചെയ്തു. പെണ്ണു ആണ് എന്താണ് $1000 അന്യരെ സഹായിക്കുക, സ്ഥലം വിറ്റ് സഹായിക്കണം. അങ്ങനെ ഇപ്പോഴും രണ്ടുപേരുടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുണ്യം വരുമെന്ന് ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ല പുണ്യം വേണ്ടെന്നാണെങ്കിൽ പിന്നെ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല. പുണ്യം വേണമെങ്കിൽ എങ്ങനെ എടുക്കും? നമുക്ക് നമ്മുടെ പൂർവ്വന്മാര് ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളഞ്ഞ പോകില്ല. പൂർവ്വന്മാർക്ക് കുറെ അറിവ് കുറവും പരിചയക്കുറവും ഭരണകൂടത്തിന്റെ അനവധി കാലത്ത് പരിചയം കൊണ്ട് വന്നുപോയ തെറ്റോ ഇതൊക്കെ നമുക്ക് സംഭവിക്കും. പക്ഷെ ഇത് ഒരു വ്യക്തിയെ കൊണ്ട് പൊക്കിയെടുത്ത് കളയാൻ കഴിയില്ല.
ഒരു ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല. ഇത് നിങ്ങൾ ആരാഞ്ഞ് സേവനം ചെയ്തെടുക്കുന്ന കർമ്മശുദ്ധിയിൽ മാത്രം നിൽക്കുന്നതാണ്. ഇത് നിങ്ങൾ അധികം പേര് വിചാരിച്ചിരിക്കുന്നത് ഈ വിശേഷം സന്യാസിമാർക്കുള്ളതാണെന്ന്. സന്യാസിമാർക്ക് അതൊന്നും ആവശ്യമില്ല. ഇതായിട്ട് താമസിക്കുന്ന ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ, ഇങ്ങനെ തുടങ്ങി അവരുടെ വിനയവും സമ്പന്നതയും യോഗ്യതയും ഐശ്വര്യവും കൊണ്ട് ഉയർന്നെണീക്കുന്ന സത്യം മാത്രമാണ് അതിന്റെ നല്ല വിഷയം. ഇത് ഗൃഹസ്ഥാശ്രമികൾ കൂടിയാണ് നടക്കുന്നത്. അങ്ങനെ ഗൃഹസ്ഥാശ്രമികളാകാൻ പോകുന്ന കുട്ടികളെ വളർത്തി നാടിനും വീടിനും യോഗ്യമല്ലാത്ത നിലയിലാക്കിയിട്ട് പെണ്ണിനെ വളർത്തി, പെണ്ണിനെ ആണിനെ വളർത്തുന്ന ഒരുപോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളർത്തി അവളെ ഇന്നിപ്പോ നിങ്ങളുടെ ഇടയിലെ ഒരു ഭാഷ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് വടക്കോട്ട് കുറവാണ്. പക്ഷെ ഇവിടങ്ങളിൽ അതല്ല. വളർത്തി അത് വേണ്ടി വന്നാൽ 2 കാർ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ മറ്റെല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കുറെ കാര്യം. ഈ നിലയിൽ ജീവിച്ച് നിങ്ങൾ എന്ത് തേടാൻ പോവുകയില്ല. ഇത്ര വൃത്തികേടിന്റെ മൂട് പിടിച്ച നിങ്ങളെ എന്ത് ചെയ്യണം? തികച്ചും അധിക പ്രസംഗം. പെണ്ണിനെ ആണിനെ വളർത്തുന്ന ഒരുപോലെയാണെങ്കിൽ പെണ്ണിന് ആവശ്യമുള്ളവൻ കെട്ടട്ടെ, അല്ലാത്തവൻ കെട്ടണം. അങ്ങനെ 10 വീട്ടുകാർക്ക് അത് കരുതാൻ കഴിയുമോ? ഇല്ല. മത്സരിച്ചു നിങ്ങളെ കരുതി. പിഴച്ച ഒരു പരിചയം നിങ്ങൾ എന്തിനു കാണിക്കുന്നു? ഇതിനെല്ലാം കാരണം നിങ്ങളുടെ വേറൊന്നാണ്. മുൻപ് സ്ത്രീധനം കൊടുക്കുന്ന ഒരു പതിവ്. അന്ന് പിന്നെ വേറൊരു മര്യാദ ഉണ്ടായിരുന്നു. സ്ത്രീധനം കൊടുത്താൽ പിന്നെ വീടിനെ ഉപദ്രവിക്കാതിരിക്കുക. ഇന്ന് അതല്ല. വേറെയൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. വേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നും അറിയാം. ഈ സ്ത്രീധനം കൊടുത്ത് ഈ നിലയിൽ നിങ്ങൾ വലുതാക്കി ഇവനെയൊക്കെ കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ഇവളെ കൊണ്ടുപോയാൽ, നിങ്ങൾ ആരോട് ചെയ്യുന്ന നീചത്തരമാണ് ഇത്. നിങ്ങളുടെ മക്കളോട് പകരുന്ന നീചത്തരമാണ്. കർമ്മദോഷം പിടിച്ചു വയ്ക്കുക. അവർക്ക് വേല ചെയ്യാനും ഉടുക്കാനും തിന്നാനുമുള്ള ഒരു കർമ്മശേഷി ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ മക്കളും തിന്നത്തക്ക വിധത്തിൽ നിങ്ങൾ സമ്പാദിച്ച് മറ്റുള്ളവനെ പിടിച്ചു പറിക്കുക എന്തിനും ചെയ്യുന്നു? ഹീനതയുടെ മൂട് പറിച്ചു വെച്ചുകൊടുത്താൽ ഈ മക്കളെല്ലാം കുടിപ്പിച്ചത്. അതാണ് ഇന്നോളം വളർന്നു വന്നിരിക്കുന്ന പരിചയം. ഇതിനെ മാറ്റം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതേയില്ല. പിന്നെ ഇതൊരു പ്രവർത്തനം നിങ്ങൾ ആരാധിക്കുകയും ആരാധിപ്പിക്കുകയും ചെയ്തു പോയാൽ പിശാചോ ദേവനോ ഏത് പുല്ലും ആയിക്കോട്ടെ, ഒരു പുല്ലിനെ വെച്ച് നിങ്ങൾക്ക് ഇത് പിന്നീട് നിങ്ങൾക്കില്ലെന്ന് പറയാൻ അധികാരമില്ല. പറയുന്നെങ്കിൽ അത് തെറ്റ് പറയുക. നിങ്ങളാണ് നിങ്ങളുടെ പൂർവ്വന്മാരോ ചെയ്ത് വെച്ച് ആരാധിച്ചു പോയതാ. ഇല്ലെന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല, അത് ഇല്ലാതെയാകും. ഇത് രണ്ടുമല്ല. ഇത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, കാര്യം എന്ന് പറയുന്നത് കാരണമായി നിന്ന വകയിൽ സങ്കല്പിച്ചത് ഹീനമായി പോയി എന്നൊഴിച്ചാൽ മറ്റുള്ളതൊന്നും ഇല്ലാതെയില്ല. സകലതുള്ളത്. ഈ സകലതുള്ളത് തന്നെ തത്വചിന്താഗ്രഹി സർവവും ഏകമായി കാണുമെന്ന് പറയുന്ന കാലത്തൊന്നും നിങ്ങൾക്ക് വളരാൻ കഴിയില്ല. അതൊക്കെ പൂച്ച പറച്ചിലാണ്. അപ്പൊ നിങ്ങൾ ഗൃഹസ്ഥാശ്രമി എന്നുള്ള നിലയിൽ ഒരു പെണ്ണ് വളർന്നു വന്നാൽ അവൾ എന്താകണം? ഈ പണം കൊടുത്ത് കെട്ടുന്നവൻ തീർച്ചയായിട്ടും ഒരു നല്ലവനാകാൻ ഇടയില്ല. അതിന് കാരണം അവനെ വളർത്തിയതുപോലെ
അവളെ വളർത്തിയതുപോലെ അത് പെണ്ണായ കുറെ കൂടി വേദനിക്കും അച്ഛനൊന്നും അവളെ സൂക്ഷിക്കാനുള്ള പരിധി. ഇത്രയും വേദനിച്ച് വളർത്തിയിട്ട് ഇവളെ കെട്ടിക്കൊടുക്കുമ്പോ ഈ നിലയിൽ ചീത്തത്തരം പകർന്നു വെച്ചിട്ട് ഇവൾ അവിടെ ചെന്ന് അലങ്കരിച്ചു കഴിഞ്ഞാൽ ഈ വീടിന് എന്തൊക്കെയായിരിക്കും പറ്റുന്നത്? ഇവളെങ്ങും അല്ലാതെ ജീവിച്ചു പഠിക്കും. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേറും നിശേഷം മക്കളെ ചീത്തേക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു സാധനമായിട്ട് അത് മാറും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നല്ല മനസ്സുണ്ടെ ഇഷ്ടപ്പെട്ടാൽ മതി. ഇഷ്ടപ്പെട്ട് ഇവിടെ വരണം. നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ജീവന്റെ കർമ്മഗതിക്കൊത്ത് വളർന്ന് ധർമ്മഗതിക്കൊത്ത് നിലനിന്ന് പുണ്യം ആർജിച്ച് നാടിനും വീടിനും വേണ്ടിവന്ന രാജ്യത്തിനും കൂടി നന്മ ചെയ്യേണ്ട ഈ കുട്ടികളെ ഈ നിലയിൽ ചീത്തേക്ക് നാടിനെ നശിപ്പിക്കുന്ന ഈ കർമ്മഗതി ഏറ്റെടുത്ത നിങ്ങളെ വീട്ടുകാരായ ആളുകളോട് എന്തു പറയണം? ഞാൻ എന്തില്ല. നിങ്ങളാരും വീട്ടുകാരില്ലേ? എല്ലാം തന്നെയാണ്. ഇനി ഇങ്ങനെ ജീവിച്ച് പഠിച്ചിട്ട് സകലത്തിനെ നിഷേധിക്കുന്ന കുറെ പണം, കുറെ അഹങ്കാരം, കുറെ വിനയമില്ലായ്മ, കുറെ തോന്നിയാസം. ഇതാണ് കുടുംബജീവിതം. ധർമ്മം നിങ്ങൾക്ക് ഇതിനാണ് പകർന്നെടുക്കാൻ കഴിയുക. ഇതിനെയൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക. നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ, നിങ്ങൾ ചെയ്തില്ലേലും വേണ്ടിയില്ല, ദോഷം ചെയ്യാതിരിക്കും. അതിന് ഒരു ഉപാധിയില്ലാതെ നിങ്ങളോട് ഇതൊന്നും ചോദിക്കേണ്ട കാര്യം. ഞാൻ ഉപാധി പറഞ്ഞത് ചെയ്തിട്ടും ചെയ്യിപ്പിച്ചിട്ടും വേദനിച്ചിട്ട് നിങ്ങളോട് പറയുന്നു. അതാണ് മുൻപ് പറഞ്ഞ കാര്യം. ഇവിടെ വരുമ്പോഴേ ചിലർ തീരാമയാജ്യം കൊണ്ടായിരിക്കും വരുന്നത്, ചിലർ വേറെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. കുറെ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ വരില്ല. എന്തോ ആവശ്യം. പിന്നെ 1000 പേരോ 1,00,000 പേരോ വരുമ്പോ ഒരാൾ എന്റെ ആത്മശാന്തിക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചേക്കാം. പക്ഷെ അവര് ചെയ്യാനാ? അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഭാര്യയും കിടന്നുരുണ്ട് കളിച്ച് അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്ത് ഇനി ആത്മശാന്തി അവിടെ പോയി ഇരുന്നാൽ കിട്ടുമോ? ഇതൊന്നും ആത്മശാന്തിയല്ല. നിങ്ങൾ പറഞ്ഞു പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് ഇങ്ങാത്തം. എപ്പോഴാണത് ഇങ്ങാത്തം? എന്താ? മാനപ്രസവം അല്ല, വാനപ്രസവം നിങ്ങൾ കണ്ടുപോയില്ല. വാനപ്രസവം എങ്ങനെയുള്ളവരാണ്? കൗമാരം എങ്ങനെ ജീവിക്കണമെന്ന് കണ്ടവനാണ് വാനപ്രസവത്തിലേക്ക് വരുന്നത്. അത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബ്രഹ്മചാരിണി അല്ലെങ്കിൽ ബ്രഹ്മചാരി എന്നുള്ള ജീവിതത്തിന്റെ വാക്യാണ് ഈ കൗമാരം. അത് കഴിഞ്ഞാണ് വാനപ്രസവത്തിലേക്ക്. ആ വാനപ്രസവത്തിൽ വളർന്നിട്ട് എന്ത് ചെയ്യണം അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാണ്. ഇത് ഈയിടെ ഈ തിരുവിതാംകൂറിന്റെ ഒരു ഭാഗത്ത് പറയാറുണ്ട് അധികം പേര്, നായത് നശിച്ചാൽ ആരാണ്? നിങ്ങളിങ്ങനെ ധരിച്ചു വയ്ക്കും. വീട്ടിൽ ഇവനെ കൊള്ളാതെ ആകുമ്പോഴും പതുക്കെ ഇവൻ വെളിയിലാകണം. അച്ഛനും അമ്മയും മക്കളുമായിട്ട് വളർന്നു വരുമ്പോ കടഞ്ഞ് ഇവന് പണം വരവ് കുറവ് വരും. ചിലപ്പോൾ പെൻഷൻ തന്നെ വാങ്ങിച്ച് മക്കളെ കെട്ടിക്കുക. കടച്ച് ഇവന് ഈ ഒരധികമാണ്. അപ്പൊ ഇവനെ പതുക്കെ വെളിയിട്ടാകും. അപ്പൊ ഈ കറവ് പൈപ്പിനെ വെളിയിൽ തള്ളിയതുപോലെ ഇതിന് എവിടെയെങ്കിലും കിടന്ന് ഒരേ കൈയിട്ട് അടിച്ചു പോയി. ഇതിന് വിരക്കുമ്പോ എവിടെയെങ്കിലും കയറി തിന്നേണ്ടി പറ്റും. ഈ നിലയിലുള്ള സന്യാസമാണ് അധികം പേര് കാണിക്കുന്നത്. ഇത് സന്യാസമല്ല, ശരിയാതി മൃഗദോഷത്തിൽ സംഭവിച്ച അറിവുകേടാണ്. ഇങ്ങനെ വളർന്ന് അച്ഛനും അമ്മയും മക്കളുമായിട്ട് വളർന്നിട്ട് ഇത് രാജ്യത്തിന്റെ വളർച്ചയുടെ ഓരോ ഭാഗങ്ങളാണ്. നമുക്ക് എന്തെല്ലാം വേറെ ചെയ്യേണ്ട കടപ്പാടും സ്നേഹവും ആദരവും വിനയവും കണ്ടെത്തിയിട്ട് ധർമ്മം പുലർത്താനുള്ള എന്റെ ഈ മക്കൾ
എന്ത് ചെയ്യണം എന്ന് അച്ഛനും അമ്മയും ചിന്തിക്കേണ്ട അവസരം. ഇത് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ ഈ അമ്മയ്ക്ക് വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ വളർത്തിയെടുക്കാനുള്ള അറിവും പരിചയമാണ് ഒരമ്മ. അങ്ങനെ വളർത്തിയെടുത്ത അച്ഛനും അമ്മയായിട്ട് മാറുന്ന മക്കൾ ധർമ്മത്തിന്റെ പാത എന്താണെന്ന് അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ എങ്ങനെയുള്ള അച്ഛനും അമ്മയും നമ്മുടെ വടക്കോട്ട് ഒരു കാര്യം പറയുന്നു കേട്ടിട്ടുള്ളതുണ്ട്. എനിക്കത് പരിചയം. അമ്മ പറഞ്ഞു കൊടുക്കാൻ ഘനമായിട്ട് പറയണം ബന്ധു വീട്ടിൽ ചെന്നാൽ. അപ്പൊ ഇവൻ ഗമയായിട്ട് ചട്ടയെ കുടുക്കിയിട്ട് കുറച്ച് പഠിച്ച ഭാഷയൊക്കെ സംസാരിച്ചു. ഘനമായിട്ട് സംസാരിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് പകരം അറിവില്ലാത്തവർ പറയും ഇരുമ്പ് വെട്ടണമെന്ന് പറഞ്ഞാൽ മതി, ഇരുമ്പ് ചട്ടിയെന്ന്. ഘനമായിട്ടല്ലേ പറയുന്നത്. അപ്പൊ ഈ നിലയിലല്ല, വിനയം കൊണ്ട് ഘനം സമ്പാദിച്ച ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഒരറിവ് നീ അവിടെ പറയണം. നീ കേറിയ വീട് ചീത്തയാകാൻ പാടില്ല. ഇതാണ് അമ്മയുടെ ഉപദേശം. ഇതിപ്പോ എന്താണ് അമ്മ മരുമകള് എങ്ങനെ ഇരിക്കണമെന്ന് നോക്കുക. ഈ മകൾ എന്ത് ചെയ്യാണ്? നമുക്ക് വെള്ളം കൊടുക്കാതിരിക്കേണ്ട ഭാഷ ഉണ്ടാവും. ഇത് രണ്ടും മത്സരിച്ച് തോറ്റ മക്കളാണ് എത്തിയത്. നിങ്ങളെ പറ്റിയല്ല, അമ്മയെ പറ്റിയല്ല. ഞാൻ ഇത് പറയണ്ടെങ്കിലാണ് ഇത്ര തോറ്റ അത് പറഞ്ഞ് നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടാണ് കേൾപ്പോയി. ഇങ്ങനെയുള്ള മാതാപിതാക്കളോ അച്ഛനും അമ്മയും ആയി മാറിയിട്ട് മക്കൾ ഇങ്ങനെ നശിച്ചു പോകുന്ന കർമ്മത്തിന്റെ വാക്കിയായി മാറിയിരിക്കുക. ഇത് നിങ്ങൾ ഇവിടെ ഈശ്വരഭജന ചെയ്ത് വർണ്ണാശ്രമധർമ്മം പാലിച്ച് എപ്പോഴാണ് വർണ്ണാശ്രമധർമ്മം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വയ്യാതെ ഈ ശൂദ്രവർഗത്തെ അക്ഷരം വരെ കൊടുക്കാതെ സൂക്ഷിച്ചതിന്റെ ഒരു കേടാണ് ഈ കാണുന്നത്. അന്നത്തെ സന്യാസം എന്ന് പറഞ്ഞ ഇന്നതുപോലെയാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് നശിച്ച് വികൃതി തോന്നുന്ന ആളുകളായി മാറി അടുത്ത് അവസ്ഥാന്തര വിശേഷം അറിഞ്ഞുകൂടാതെ അച്ഛനോ അമ്മയും മക്കളോ ഭർത്താവോ ഭാര്യ അറിയാതെ തെണ്ടികളായി മാറുക. ഇതാണ് നിങ്ങളുടെ ഗൃഹസ്ഥായ സ്വഭാവം. നിങ്ങൾ എവിടെ പോയി നിൽക്കും? നിങ്ങൾ ആരെ നന്നാക്കാനാണ്? കെട്ടവാസം. ഇത് മനസ്സിലായിട്ട് ഇതിനൊരു ദൈവമായിട്ട് നിങ്ങളുടെ പുറകെ കൊണ്ടുനടക്കുന്നു. പക്ഷെ നിങ്ങൾ എടുക്കില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കാത്ത ആളുകളാണ്. അതിലൊന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ കാലം എടുക്കുക. ശ്രീകൃഷ്ണന്റെ കാലം. ശ്രീകൃഷ്ണന്റെ കാലം എന്ന് പറയുമ്പോൾ 5200 വർഷമായിട്ടുണ്ട്. അപ്പൊ ഈ ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുക്കാൻ നോക്കുക, മറ്റെടുക്കണം. അതിനു മുമ്പ് പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ആരെങ്കിലും ഒക്കെ കാണും. ഇതൊന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ഇതിന് ശേഷമുള്ള മക്കളെ ഒന്നും നോക്കും. ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപ് ശ്രീകൃഷ്ണൻ ജനിക്കും എന്ന അറിവ് കൊടുത്ത കംസൻ അവനത് കിട്ടിയിട്ട് ഈ ശൂദ്രവർഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് അവൻ രാജാവായിട്ട് ഫലമില്ലാതെ അതാണ് അവന് പറ്റിയത്. പ്രത്യക്ഷീകരിച്ച് ജീവിക്കുന്ന ഒരു രാജാവായിരുന്നു. അതായത് അവൻ ഏതിനെയൊക്കെ പൂജിച്ചിട്ടുണ്ടോ അതെല്ലാം അവന്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് നിൽക്കുകയാണ്. അത് പറയുന്നതാണ് അവൻ ചെയ്തത്. പക്ഷെ അത് ഗോപുരത്തിന്റെ വകയാണെന്ന് അവൻ അറിഞ്ഞതാവും. നിങ്ങളെ എന്നെയും പഠിപ്പിച്ചിരിക്കുന്നത് കരിയിൽ കൊള്ളൂല്ല. കരിവിന് എന്തിനുള്ളതാണ്? ചീത്തയാണുള്ളത്. നിങ്ങൾ ആരെങ്കിലും പറയാം, നിങ്ങൾക്ക് മനുഷ്യകാര്യമല്ലേ നിങ്ങൾ കരി ചീത്തയാണുള്ളതാണ്? എന്തില്ല. ചീത്തയാണെന്നുള്ളതാണെങ്കിൽ അത് പറയാം.
എന്താണ് സാറേ ഉണ്ടായിരിക്കുന്നത്? പിന്നെ എന്ത് വേണം? എന്ന് പറഞ്ഞ വക കരിശൂദ്രങ്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശൂദ്രങ്കൽ എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാകേണ്ടത് ശൂദ്രന്ന് ഉള്ള അർത്ഥമല്ല. അവരൊന്ന് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. അറിവില്ലാത്തവനെന്നുള്ള അർത്ഥമേ ഉള്ളൂ ശൂദ്രനാണ്. ആ അറിവില്ലാത്ത അവൻ എന്താണ് അറിവില്ലാത്തത്? അവന് തിന്നാനും കൊടുക്കാനും വാങ്ങാനും ഒന്നും അറിവില്ലെന്നല്ല നിങ്ങൾ ധരിക്കേണ്ടത്. വേദത്തിന്റെ അറിവില്ലാത്തത്, വേദം കേട്ടുകൂടാത്തത്, സ്നേഹം എന്താണെന്ന് അവനെ അറിയിക്കാത്ത ഒരു ജീവിതം നയിച്ചിട്ട് ഇതാണ് ശൂദ്രൻ. അപ്പൊ ഈ ശൂദ്രനിൽ നിന്ന് നല്ലത് പകരാൻ കഴിയാതെ വരും. അവന്റെ പെണ്ണ് നല്ലതല്ല, അവന്റെ അമ്മ നല്ലതല്ല, അവന്റെ അച്ഛൻ നല്ലതല്ല, ഭർത്താവ് നല്ല ഭാര്യയല്ല. പിന്നെ എന്ത് ചെയ്യും? അതിനെന്താ കാരണം? നിങ്ങളുടെ അവിടെയൊക്കെ സംബന്ധം എന്ന് പറയില്ല, വേലിയുണ്ടോ? എന്തില്ല. ശരിയോ തെറ്റൊന്നു? ഈ അസംബന്ധം ആരുടെ വകയാണ്? എന്തില്ല. ഞാനൊന്ന് ചോദിക്കണ്ട, നിങ്ങളൊന്ന് മറുപടി പറയട്ടെ. അപ്പൊ നണ്ട് ഒഴുകി കളഞ്ഞിട്ട് വരുന്നവനാ ഇവൻ. നിങ്ങളുടെ വീട്ടില് അസംബന്ധം പാലിച്ചാൽ ഈ കുട്ടിക്ക് അച്ഛനെവിടെ? എന്തില്ല. തിരുമേനി അച്ഛനല്ലേ ഉള്ളൂ. അച്ഛനുണ്ടോ അവിടെ? അവന് ഈ തന്തയ്ക്ക് പിതൃകർമ്മം ചെയ്യാൻ അവകാശമുണ്ടോ? പെണ്ണിനുണ്ടോ? പിന്നെ നിങ്ങൾ ആരായി? ഈ നിലയിൽ ചീത്തേക്കിട്ട് തികച്ചും നിങ്ങളുടെ ഓരോ മക്കളും ഈ നിലയിൽ ചീത്തയിൽ പോയി. ഇത് അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും കളിച്ച് നാശം പകർന്നിരിക്കുക. ഇതൊക്കെ ചത്തുകെട്ട് ഈ ആരാധിച്ച മൂർത്തിയുടെ കീഴിൽ പോയി നിന്നിട്ട് ഇത് ദേവനും ദേവിയും ദൈവമാണെന്ന് പറഞ്ഞ് കളിച്ചതിന്റെ ഫലമായിട്ട് ഈ കുടുംബ നാശം വന്നിരിക്കുക. അതാണ് നിങ്ങൾ കുറെ പഠിച്ചവരല്ലേ. ഇവിടെ സർവകലാശാല ഇന്ത്യക്കകത്തുണ്ടായിരുന്നല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടുത്തെ സർവകലാശാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പൊ കൊലാശാലയാണ്. അപ്പൊ ഇങ്ങനെ ശീലിച്ച നിങ്ങളുടെ മക്കളിൽ എന്ത് കൊടുക്കാൻ കഴിയും? നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സർവകലാശാല ഇന്ത്യക്കുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് അറിവുണ്ടായിട്ട് പാലിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.